ഡിമാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇംഗ്ലീഷ് തീരെ അറിയാത്ത ഒരാൾക്കും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല, അല്ലെങ്കിൽ ലേശമേ ഇംഗ്ലീഷ് അറിയുള്ളൂ, ഗ്രാമർ കൃത്യമായിട്ട് അറിയില്ല, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണയില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയുള്ള വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക? എൻ്റെ അടുത്ത് ഈ സംശയമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ നടത്തുന്ന കോഴ്സിൽ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഇംഗ്ലീഷ് ഒരു പ്രശ്നമായിട്ട് വരുന്ന ആളുകളുണ്ട്. ഇതേ പ്രശ്നം കാരണം വെബ് ഡിസൈനിങ് പഠിക്കാതെ പോകുന്ന ആൾക്കാരുമുണ്ട്, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാതെ പോകുന്ന ആൾക്കാരുമുണ്ട്, ഇംഗ്ലീഷ് അറിയില്ല എന്നൊരു കാരണത്താൽ. അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ഒരു ടൂളുകളെല്ലാം ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ നല്ല ഭംഗിയുള്ള ലാംഗ്വേജിൽ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ പോലും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം, വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ ബിൽഡ് ചെയ്ത് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. കോട്ടക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നാണ് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ മുകളിൽ നമ്മൾ എംബ്ലം കൊടുത്തിരിക്കുന്ന ഡിമാക്കാണ്, അത് നോക്കണ്ട. കോട്ടക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിലൊക്കെ ക്രിയേറ്റ് ചെയ്യുക. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, പലരുടെയും ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് നമ്മളുടെ ഗ്രാമർ മിസ്റ്റേക്കുകളില്ലാത്ത സിമ്പിൾ സെൻറ്റൻസുകൾ ഉപയോഗിച്ച് ഗ്രാമർ മിസ്റ്റേക്കുകളില്ലാത്ത കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നതാണ് പലരും മുന്നോട്ട് വെക്കുന്ന ഒരു വലിയ പ്രശ്നം. അപ്പം തീരെ ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്ക് പോലും നമുക്ക് ഇംഗ്ലീഷിൽ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ ഈ ട്യൂട്ടോറിയലിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. സോ നമ്മൾ ഇന്നലെ ഈ ഒരു ഏരിയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ലേണിംഗ് ബിഗിൻസ് വിത്ത് അസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് മാറ്റുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഏരിയ നമുക്ക് മാറ്റണം. അതേമാതിരി തന്നെ ഇതിൻ്റെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ദെൻ ഇത് H2-ൽ കിടക്കുന്നതാണ്, ഇത് പാരഗ്രാഫായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് നമുക്ക് മാറ്റണം. നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ഹെഡിങ് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് എന്തറിയില്ല, നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് തന്നെ വിചാരിച്ചോളാം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ആ ഒരു ഇംഗ്ലീഷിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ടൂളാണ് ജസ്റ്റ് അടുത്ത ഒരു ടാബ് എടുക്കുക. അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക ഗൂഗിൾ ഇൻപുട്ട് ടൂൾ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോഴത്തേനും ഗൂഗിൾ ഇൻപുട്ട് ടൂൾ മലയാളം എന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് ഇതേമാതിരി ഒരു വിൻഡോ വരും. അപ്പം നമുക്ക് ഇവിടുത്തെ ഹെഡിങ് എന്ത് വേണം, ലേണിംഗ് ബിഗിൻസ് വിത്ത് അസ് എന്നുള്ളത് മാറ്റിയിട്ട് എന്തുകൊണ്ട് കോട്ടക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നുള്ള ഒരു ഹെഡിങ് ആക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണം. അതിന് ഇവിടെ ഉപയോഗിക്കേണ്ട ലാംഗ്വേജ് മംഗ്ലീഷാണ്. മലയാളത്തിൽ ടൈപ്പ് ചെയ്യും, ഇംഗ്ലീഷിൽ ആക്കി ടൈപ്പ് ചെയ്യും, പക്ഷേ അത് മലയാളം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് എന്തുകൊണ്ട് എന്നുള്ളതിന് ENTHUKOND എന്തുകൊണ്ട് കണ്ട, ഇത്രയും കൊടുത്തു കഴിഞ്ഞു. ജസ്റ്റ് ഒരു സ്പേസ് അടിക്കുക. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, മലയാളം വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് കോട്ടക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, വെറുതെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അപ്പോൾ ഇത് മലയാളമാണ്. ഇനി ഈ മലയാളത്തിന് നമുക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷാക്കി നമുക്ക് മാറ്റണം. അതിനടുത്ത ടൂളാണ് ഗൂഗിളിൻ്റെ തന്നെ ഈ മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇതെടുക്കുക. എടുത്തു കഴിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ലെഫ്റ്റ് സൈഡിലൊരു കോളം വരുന്നുണ്ട്, റൈറ്റ് സൈഡിലൊരു കോളം വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നു, ഇതിനെ എന്ത് ചെയ്തു, നമ്മൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനെന്ത് ചെയ്യുക, കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ കൊണ്ടുവരിക. ഇവിടെ റൈറ്റ് സൈഡിൽ മലയാളമാണ്, ലെഫ്റ്റ് സൈഡിലാണ് ഇംഗ്ലീഷ്. അത് മുകളിലുള്ള ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം
ലെഫ്റ്റിലേക്കും വരും, ഇംഗ്ലീഷ് റൈറ്റിലേക്കും പോകും. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇവിടെ വന്ന് നമ്മൾ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് കോപ്പി ചെയ്യുക. എന്നിട്ട് ഗൂഗിൾ മലയാളം ഇൻപുട്ട് ടൂളിൽ പോവുക. ഇവിടെ വന്നു ഈ എൻ്റർ ടെക്സ്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് വന്നു റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. എന്തുകൊണ്ട് കോട്ടയ്ക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ, വൈ കോട്ടയ്ക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ. കണ്ടല്ല, ഈ എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഈ എഴുതിയിരിക്കുന്ന മലയാളത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഇംഗ്ലീഷ് തൊട്ടിപ്പോൾ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ച് ഇവിടെ വരിക, ഈ ഒരു ഏരിയയിൽ വരിക. ദെൻ ലേൺ ബിഗിൻസ് വിത്ത് അസ് എന്നുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, നമ്മൾ കൊണ്ടുവന്നത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാണാം, വൈ കോട്ടയ്ക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ. കേട്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു ഏരിയ നമ്മൾ എഡിറ്റ് ചെയ്യണം. ഇങ്ങനെ ഒരു ഹെഡിങ് ഒക്കെ ആകുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ ചെക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതേസമയം നമ്മൾ പാരഗ്രാഫൊക്കെ എഴുതുന്ന സമയത്ത് അത് കുറച്ചും കൂടെ ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഇവിടെ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, കോട്ടയ്ക്കലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന ഈ ഒരു സ്കൂള് കോട്ടയ്ക്കൽ ഗവൺമെൻറ് ഹൈസ്കൂള് മഹാരഥന്മാർ പലരും പഠിച്ച ഒരു സ്ഥാപനമാണെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആയുർവേദത്തിൻ്റെ നാട്ടിൽ ജനങ്ങളെ ഒരു ഹൈ എഡ്യൂക്കേഷനിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രാപ്യമാക്കാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ കാലഘട്ടം മുതൽ നിലകൊള്ളുന്ന ഒരു ഗവൺമെൻറ്, അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാതിരിയൊക്കെ എഴുതി ഉണ്ടാക്കണം. അതിനെന്ത് ചെയ്യുക, വീണ്ടും ഗൂഗിളിൽ പോവുക, ഈ സാധനം ഡിലീറ്റ് ചെയ്തിട്ട് എഴുതുക. എഴുതുമ്പോഴത്തേന് ശ്രദ്ധിക്കുക, അത് നല്ല മലയാളത്തിൽ എഴുതുക. മലയാളം എല്ലാവർക്കും അറിയുന്നതാണല്ലോ, അതുകൊണ്ട് മലയാളത്തിൽ എഴുതുക. എന്താണ്, ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ കോട്ടയ്ക്കലിലെ പൊതുജനത്തിന് സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഉന്നതി നൽകുവാൻ എന്താണ്, സ്വാതന്ത്ര്യത്തിനു ശേഷം കോട്ടയ്ക്കലിൽ പിറവി കൊണ്ടതാണ് കോട്ടയ്ക്കൽ ഹൈസ്കൂൾ. ഇന്നത്തെ മഹാരഥന്മാരിൽ പലരും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. പൊതുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ഇവിടുത്തെ എന്താണ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമമോ അല്ലെങ്കിൽ PTA എന്നോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഓക്കെ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാരഗ്രാഫ് നമ്മൾ ടൈപ്പ് ചെയ്തുണ്ടാക്കുക. ഇങ്ങനെ പാരഗ്രാഫ് ടൈപ്പ് ചെയ്തുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ ഇതിനെ ഇംഗ്ലീഷ് ആക്കിയിട്ട് മാറ്റുക. സോ നമ്മൾ ഇത്രയും സെലക്ട് ചെയ്തു,
ഇത്രയും സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ കോപ്പി ചെയ്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നേരെ ഗൂഗിളിൽ കൊണ്ടുവന്നു. ആദ്യം ഇത് ഡിലീറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മളിവിടെ അതിനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കോട്ടക്കൽ ഹൈസ്കൂൾ കണ്ടില്ലേ, കോട്ടക്കൽ ഹൈസ്കൂൾ വാസ് ബോൺ ഇൻ കോട്ടക്കൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ടു പ്രൊവൈഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ എലവേഷൻ ടു ദ പബ്ലിക് ഓഫ് കോട്ടക്കൽ വെയർ ആയുർവേദ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് ആയുർവേദ. ആയുർവേദ ഈസ് നോട്ട് ദ സോഴ്സ് ഓഫ് നൽകുവാൻ സാധിക്കും. കോട്ടക്കൽ പറയുക കൊണ്ടാണ് ഹൈസ്കൂൾ ഇന്നത്തെ മലബാർ ആയുർവേദത്തിൻ്റെ ഈറ്റില്ലമായ ഈറ്റില്ലം എന്നുള്ളൊരു വാക്ക് ചിലപ്പം അവർക്ക് അറിയുന്നുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വന്നിട്ട് ആയുർവേദത്തിൻ്റെ നാട്ടിലെ എന്നാക്കാം നാട്ടിലെ. ഓക്കെ, സെലക്ട് ചെയ്തു, കൺട്രോൾസ് കോപ്പി ചെയ്തു, ഇവിടെ കൊണ്ടുവന്നിട്ട് എന്ത് കോട്ടക്കൽ ആയുർവേദത്തിൻ്റെ നാട്ടിലെ കൺട്രോൾ ഉപയോഗിച്ചു. ഓക്കെ, കോട്ടക്കൽ ഹൈസ്കൂൾ വാസ് ബോൺ ഇൻ കോട്ടക്കൽ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ടു പ്രൊവൈഡ് കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് ടു ദ പീപ്പിൾ ടു. ഓക്കെ, ഇത് സ്വാഭാവികമായിട്ടും എന്താ ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇപ്പം റൈറ്റ് സൈഡിൽ ഞാൻ ഇംഗ്ലീഷ് എഴുതിയപ്പോൾ വന്ന ഒരു തെറ്റ് എനിക്ക് ഇംഗ്ലീഷ് അറിയുന്നത് കൊണ്ടാണ് സംഭവിച്ചത്, മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷേ നമുക്കിത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുക എന്നിട്ട് ഇനി മൂന്നാമതൊരു ഒരു വിൻഡോ നമ്മൾ എടുക്കുക. വിൻഡോ എടുത്തിട്ട് അതിനകത്ത് ക്യുൽബോട്ട് QUILBOT QUILBOT.com എന്നുള്ളത് എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ പാരഫ്രൈസർ എന്നാണ് ആദ്യത്തെ ഓപ്ഷൻ, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനകത്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കോപ്പി ആവും. എന്നിട്ട് പാരഫ്രൈസർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതിൻ്റെ അതേ ഓർഡറിൽ, ഇതിൻ്റെ അതേ അർത്ഥത്തിൽ വരുന്ന കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് തൊട്ടിപ്പുറത്ത് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഇത് ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച മലയാളം തന്നെയാണോ വന്നിരിക്കുന്നത് നമ്മൾ അറിയണമല്ലോ. അതിനെന്ത് ചെയ്യുക, ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇംഗ്ലീഷ് ഇപ്പുറത്താക്കുക. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക, അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് മലയാളം വായിച്ചു. ആയുർവേദത്തിന് കോട്ടക്കൽ മികച്ച സാംസ്കാരിക വിദ്യാഭ്യാസ അവസരങ്ങൾ നൽകുന്നതിനായി സ്വാതന്ത്ര്യാനന്തരം കോട്ടക്കൽ ഹൈസ്കൂൾ സ്ഥാപിക്കപ്പെട്ടു. ഓക്കെ, അതിൻ്റെ ബിരുദധാരികളിൽ ഇന്നത്തെ പല മഹാന്മാരും ഉൾപ്പെടുന്നു. ഓക്കെ, പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥി സംഘം ശ്രദ്ധേയമാണ്. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച അതേ സാധനം തന്നെയാണ് ഇപ്പുറത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഗ്രാമർ മിസ്റ്റേക്ക് എന്താ നോക്കേണ്ട കാര്യം എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മൾ ഗ്രാമറുകൾ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ സൈറ്റിൽ മറ്റ് സെർച്ച് എൻജിൻ കൊടുക്കുന്ന ഒരു റാങ്കിങ് ഉണ്ട്. അത് ഞാൻ സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻ അവിടെ ആ ഒരു പോർഷനിൽ പറയാം. അപ്പോൾ അതിലെന്ത് ചെയ്യും, നമ്മൾ പുറകിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രാമർ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാമർ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെൻറ്റൻസ് അവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇതിലെന്തെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ സജഷൻസ് ആയിട്ട് വരും. ഇപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, ഒരു ഗ്രാമർ മിസ്റ്റേക്കും വരുന്നില്ല. ഇനിയും നമ്മൾ എന്ത് നോക്കണം, നമ്മളുടെ കണ്ടൻറ്റ് വേറെ ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് കോപ്പി അടിച്ചതാണെങ്കിലും നമ്മളുടെ വെബ്സൈറ്റ് ഗൂഗിളിൽ സെർച്ചിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇത് കോപ്പിയടി അല്ല എന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സൈറ്റിൽ ഇതേമാതിരിയുള്ള ഒരു സെൻറ്റൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വിൻഡോയും കൂടെ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് dupli-checker.com എന്ന് ടൈപ്പ് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കോപ്പി ചെയ്തത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് അടിയിൽ പോവുക. എന്നിട്ട് ഐ ആം നോട്ട് റോബോട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചെക്ക് പ്ലേഗറിസം എന്നുള്ള ഒരു ഓപ്ഷൻ ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നേരെ നമുക്ക് അവരെന്ത് ചെയ്യും, അത് സെർച്ച് ചെയ്യും. വേറെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ അത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെർച്ച് ചെയ്യും. സെർച്ച് ചെയ്തിട്ട് നമുക്കതിൻ്റെ റിസൾട്ട് കാണിച്ചു തരും. എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ജസ്റ്റ് ഇത് കണ്ടില്ലേ, പ്ലേഗറിസം 0% കിടക്കുന്നത് യൂണിക്ക് ഇവിടെ കണ്ടില്ല, യൂണിക്കാണ്. അതായത് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സെൻറ്റൻസ് യൂണിക്കാണ്. ഇത് വേറെ ഒരു സൈറ്റിലും ഇല്ല എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്ത് ഓൾറെഡി നമ്മളുടെ അടുത്ത് കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ എഡിറ്റിൽ പോകുന്നു. എഡിറ്റിൽ പോയിട്ട് നമ്മുടെ പാരഗ്രാഫ് സെലക്ട് ചെയ്യുന്നു. പാരഗ്രാഫിനകത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ ഇത്രയും കാര്യങ്ങൾ
സെലക്ട് ചെയ്ത് അതിനകത്തത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ഇൻ ഓർഡർ ടു ഓഫർ ദ പീപ്പിൾ ടു കോട്ടക്കൽ. അപ്പം നമുക്ക് കൃത്യമായിട്ട് എന്ത് വന്നിട്ടുണ്ട്, ഇവിടെ ഹെഡിങ്ങും വന്നിട്ടുണ്ട്, ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നമ്മളുടെ പാരഗ്രാഫും വന്നിട്ടുണ്ട്. ആരുടെയും സഹായമില്ലാതെ നമുക്ക് ഇതേമാതിരി നമ്മളുടെ വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാത്ത ഇംഗ്ലീഷിൽ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പം നിങ്ങളത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ എല്ലാ പേജസ് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം ഒന്ന് മലയാളത്തിൽ എഴുതി കഴിഞ്ഞ് നമ്മൾ ഇതേമാതിരി മാറ്റി ഇംഗ്ലീഷിലേക്ക് മാറ്റി ഗ്രാമർ ചെക്ക് ചെയ്തു, ഡ്യൂപ്ലി ചെക്കറിൽ ചെക്ക് ചെയ്തു, എന്നിട്ട് നമ്മളുടെ സൈറ്റിലേക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.